ഹായ്, എല്ലാവർക്കും എംആൻഡെഫിൻ്റെ നെക്സ്റ്റ് ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് റിപ്പബ്ലിക് ഡേ ഒക്കെ ആയതുകൊണ്ട് ഒരു ചെറിയൊരു അവധി കിട്ടി. സൺഡേ ആണ്, എന്നാലും വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഒന്ന് ബൈക്ക് എടുത്തൊന്ന് കറങ്ങാമെന്ന്. അങ്ങനെ നമ്മൾ എവിടെ എത്തി? ഇപ്പം നമ്മൾ നെല്ലിയാമ്പതി കയറിക്കൊണ്ടിരിക്കണ്. പോത്തുണ്ടി ഡാമിൻ്റെ മുമ്പിൽ വന്നിരിക്കണത്. ഇപ്പം രാവിലെ 5:50 വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോത്തുണ്ടി ഡാമിൻ്റെ ഒരു ഭാഗം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഫുള്ള് കാണാനുണ്ട്, അത് തിരിച്ചിറങ്ങുമ്പോൾ കാണാമെന്ന് വിചാരിച്ചു. നെല്ലിയാമ്പതി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബൈക്കിനാണ്, ഇപ്പോൾ പ്രാവശ്യം കാറും കാര്യങ്ങളൊന്നും എടുത്തില്ല. കുറേ നാളായി ബൈക്കിന് ഒന്ന് റൈഡ് പോയിട്ട്. അപ്പോൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ബൈക്കിന് റൈഡ് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നെല്ലിയാമ്പതിയിലേക്ക് പിടിച്ചേക്കാണ്. ഇവിടെ വ്യൂ പോയിന്റ് ആയിട്ട് ആദ്യം കണ്ടത് നമ്മുടെ ഡാമിൻ്റെ ഒരു സെക്ഷനാണ്. നല്ല ഭംഗിയുണ്ടത് കാണാനായിട്ട്. പിന്നെ ഫസ്റ്റ് ഞങ്ങളാണ് ഇവിടെ വന്ന് കയറിയേക്കുന്നത്. തിരക്കൊന്നുമില്ല, തിരക്കായി വരണേ ഉള്ളൂ. ബസ്സൊക്കെ വരുന്നുള്ളൂ. ടൂറിസ്റ്റ് ബസ്സുകൾ ഇഷ്ടംമാതിരി കയറി പോകുന്നുണ്ട്. ഇപ്പം ഞങ്ങളിവിടെ ബ്രേക്ക് ചെയ്തപ്പോഴാണ് ആ കയറി പോണത് കണ്ടത്. അത്രയും നേരം വരെ ഭയങ്കര ആരുമില്ല, വണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഏത് കടയിൽ കയറിയാലും ഞങ്ങളാ ഫസ്റ്റ്. ഞങ്ങൾ നേരത്തെ ഇറങ്ങിയത് കൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു. വണ്ടികളൊക്കെ വന്നോണ്ടിരിക്കണം. ഇപ്പൊ ഇത് നമ്മുടെ പോത്തുണ്ടി ഡാമിന്റെ ഒരു വ്യൂ പോയിന്റ് ആണിത്. പോത്തുണ്ടി ഡാം അടിപൊളി വ്യൂ പോയിന്റ് ആണ് ട്ടോ. നോക്കാനായിട്ടുള്ളല്ലേ. കൊള്ളാം. ആ കല്ലുകൾ നിരത്തി വെച്ചേക്കണ നല്ല രസമുണ്ടല്ലേ. അവിടെ നല്ല ഭംഗിയുണ്ടല്ലേ. നല്ല കാറ്റുണ്ട് കേട്ടോ. വണ്ടി ഇതിലിറക്കുമായിരുന്നു തോന്നുന്നു അറ്റം വരെ. ഇപ്പൊ ലോക്ക് ചെയ്താ വെച്ചിരിക്കുന്നത്. അപ്പുറത്തുകൂടി കയറാൻ തോന്നുന്നു. അപ്പുറത്തെ സൈഡിൽ കയറാം. ഇതാണ് നമ്മുടെ ബുള്ളറ്റ്. എനിക്ക് തോന്നുന്നു ഒരു 1-2 വർഷമായി ബുള്ളറ്റിൻ്റെ റൈഡ് വന്നിട്ട്. ലാസ്റ്റ് പോയത് വാൽപ്പാറയാണ്. ഇപ്പോൾ കാറും എല്ലാം കൊണ്ടുണ്ട്. കാറിനാണ് പോയിക്കൊണ്ട് വെച്ചിട്ട് നാൾ. ഇതാണ് നമ്മുടെ ബുള്ളറ്റ്. അപ്പോൾ ഇന്ന് നെല്ലിയാമ്പതി കയറിയാണ്. നെല്ലിയാമ്പതി കയറിയിട്ടില്ല. അപ്പോൾ നമ്മളിന്ന് റിപ്പബ്ലിക് ഡേ ആയിട്ട് നെല്ലിയാമ്പതിക്ക് ഇവിടെയാണ്. എല്ലാ ടൂറിസ്റ്റ് വണ്ടികളും ഇവിടെ നിർത്തിയേക്കാണ്. ഇതൊരു ബസ്സാണ്, ടൂറിസ്റ്റ് ബസ്സാണത്. KSRTCയുടെ ഇപ്പം നിർത്തിയേക്കുന്ന സ്ഥലം എങ്ങനെയുണ്ട്? ഇപ്പം നിർത്തിയേക്കുന്ന സ്ഥലം എങ്ങനെയുണ്ട്? അടിപൊളി സീനറി സ്ഥലം അല്ലേ. ബാക്കിൽ നല്ല വലിയ അടിപൊളി മലയും അല്ലേ. ഫോട്ടോ എന്തോരം പേരാണ് അവിടെ ഫോട്ടോ എടുക്കാൻ നിർത്തിയേക്കണെന്നാണ്. കൊള്ളാം. ഈ ബാക്ക് വശം തന്നെ നമ്മൾ ഒരു അടിപൊളി സീനറി ആണല്ലേ.
ആ എന്താണെന്ന് നോക്കി. കൊള്ളാം. പേരൊന്നും കാണിച്ചു കൊടുത്തില്ല അവർക്ക്. എന്തൂരം പേരാണ്. അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇത് നെല്ലിയാമ്പതി എത്തിയിട്ടില്ല കേട്ടോ. നെല്ലിയാമ്പതി പോകുമ്പോഴുള്ളൊരു വ്യൂ പോയിന്റ് ആണ്ടത്. കൊള്ളാം. പിന്നെ വെയിലുണ്ട് ഇന്ന്, നല്ല രീതിയിൽ തന്നെ വെയിലുണ്ട്. അതുപോലെ തന്നെ തണുപ്പുണ്ട്, കാറ്റുണ്ട്, തണുപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു പ്രശ്നം തോന്നിക്കാനുള്ള. ഒരുപാട് കുരങ്ങന്മാരൊക്കെ വരുന്നുണ്ട്. എല്ലാവരും പറഞ്ഞ് ഫീഡ് ചെയ്യുന്ന പറയണം. പക്ഷെ എല്ലാവരും ഇങ്ങനെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് അതുങ്ങൾക്ക്. പയ്യൻ അത് തന്നെ. ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. കാണിച്ചു അതേ കുരങ്ങന്മാർ കണ്ട പോണതേ കുഞ്ഞിക്കുരങ്ങന ഓടിപ്പോയി. ഇത് അടുത്താവും പോണ്. നിങ്ങൾക്കൊന്നും തീറ്റ കൊടുക്കരുതെന്ന് പറഞ്ഞത്. പക്ഷെ അതേ മിക്കവരും ഫുഡ് കൊടുക്കുന്നുണ്ട്. പോലീസുകാർ വന്നത് ഓടിക്കളഞ്ഞു. കുരങ്ങൻ കാക്കണ്ടതിന് ഓടിക്കളഞ്ഞു. അടിപൊളി വ്യൂ ആണ് കേട്ടത്. ഇതിൻ്റെ ഒരു ഭംഗി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീടാണ്. ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ 2 വീട്. ഇതൊരു ഷെഡാണ്. ഇത് ചെറിയ അമ്പലോ ഷെഡായിട്ടാണത്. അതൊരു വീടാണ്. കൊള്ളാം. കിടക്കാച്ചേരി വീട്. ഇത് രസമാണല്ലോ. ഇതിൻ്റെ ഇടയിൽ കൂടി ആ ട്രാവലർ തന്നെയാണ്. അവിടെ നടന്നു തന്നെയാണ്. എന്തുണ്ട് പേരും വണ്ടി നമ്പറും? പേര് എഴുതണം ഇവിടെ. എത്ര പേരുണ്ടെന്ന് എഴുതി കൊടുക്കണം. വണ്ടി നമ്പർ എഴുതി കൊടുക്കണം. മൊബൈൽ നമ്പർ എഴുതണം. അഡ്രസ് വരാപ്പുഴ. ടൈം 10:56. ഇത് പോപ്സ് ഗ്രൂപ്പിൻ്റെയാണ്, സീതാർകുണ്ട് എസ്റ്റേറ്റ്. അപ്പോൾ അതിനകത്താണ് ഈ വ്യൂ പോയിന്റ് ഉള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇവിടെ പേയ്മെൻ്റ് ഒന്നും കൊടുക്കണ്ട.
നമ്മൾ സീതാർകുണ്ട് വ്യൂ പോയിന്റ് എത്തിയേക്കാണ്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട്. എല്ലാവർക്കും വണ്ടി, ട്രാവലറും ബൈക്കും കാറിനൊക്കെ അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ഇവിടുന്ന് 1/2 കിലോമീറ്ററോളം നമുക്ക് വ്യൂ പോയിന്റിലേക്ക് കടക്കാനായിട്ട്. അത്യാവശ്യം നല്ല വെയിലുണ്ടെങ്കിലും തണുപ്പുള്ളതുകൊണ്ട് ആ വെയിൽ അറിയണില്ല. ഇത് വ്യൂ പോയിന്റിലേക്കുള്ള വഴിയാണ്. ഇതാണ് വ്യൂ പോയിന്റിലേക്കുള്ള വഴി. ഇത് കാറിന് 20 രൂപയും ബൈക്കാർക്ക് 10 രൂപയാണ് എൻട്രി ഫീ. ട്രാവലറിന് അറിയത്തില്ല. ഇതിലൂടെ 1/2 കിലോമീറ്റർ നടന്നു വേണം നമുക്ക് സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്ക് എത്താനായിട്ട്. ഇത് പോപ്സ് ഗാർഡൻ്റെ എസ്റ്റേറ്റ് ആണ്. പോപ്സ് എസ്റ്റേറ്റ്. പോപ്സ് സീതാർകുണ്ട് PO നെല്ലിയാമ്പതി. ഈ ബസ്സിൽ വന്നവർ അടിപൊളിയാണ്. ബസ്സിൽ എല്ലാ കാര്യങ്ങളും അവർ മൈക്കിൽ കൂടി വിളിച്ചു പറയും. അത് നമ്മുടെ എനിക്ക് തോന്നുന്നു KSRTC ബസ് ആണ് അത് കൂടുതലുള്ളത് കേട്ടോ. തേയിലയുടെ പൂവും കായും കേട്ടോ. ആദ്യമായിട്ട് കാണുന്നത് തേയിലയുടെ പൂവ്, വൈറ്റ് കളറിലെ പൂവ്. പൂവ് വിടർന്നിരിക്കുന്നു തേയിലയുടെ അല്ലേ. ഉണ്ടതേ. അത്യാവശ്യം ഒരു ഓഫ് റോഡാണ്, കല്ലും, പക്ഷെ എന്നാൽ നടക്കാട്ടോ. കല്ലുകൾ മാത്രമേ ഉള്ളൂ. കൊള്ളാം. ആർക്ക് നടക്കാൻ പറ്റില്ല എന്ന് പറയണത്. എൻ്റെ പൊന്നോ, നല്ല ഇറക്കും. നോക്കിയിറങ്ങി തന്നെ വീഴും. വ്യൂ പോയിന്റ് കൊള്ളാം. കൊല്ലംകോടാണ്, കൊല്ലംകോട്. അല്ലേ, ചെറിയ ചെറിയ കാറുകളൊക്കെ കിടക്കണം താഴത്ത്. പാടം. നമ്മുടെ നെല്ലിമരത്തിൻ്റെ അടുത്ത് എത്തി. ഇതാണ് നെല്ലിയാമ്പതിയിലെ പ്രശസ്തി ആർജിച്ച നെല്ലിമരം. ഇതാണ് നെല്ലിമരം. നമ്മളെ നെല്ലിയാമ്പതിൻ്റെ അടി ചൊറുക്കുമ്പോൾ നമുക്ക് പല വീഡിയോസിൽ നിന്നും ഗൂഗിളിൽ നിന്നും യൂട്യൂബിൽ നിന്നൊക്കെ കിട്ടുന്ന നെല്ലിമരം. ഇതാണ് നെല്ലിമരം. വർഷങ്ങൾക്കുള്ള പഴക്കമുണ്ട്. വർഷങ്ങളുടെ പഴക്കം. അതും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. നെല്ലിക്കൊന്നും ഉണ്ടാവും എനിക്കറിയില്ല. പക്ഷെ എല്ലായിടത്തും വീഡിയോസ് യൂട്യൂബിൽ എല്ലായിടത്തും നെല്ലിയാമ്പതി അടിച്ചെടുക്കുമ്പോൾ ആദ്യം കിട്ടുന്നതാണ് നെല്ലിമരം. അയ്യോ, ചായക്ക് ഭയങ്കര മധുരം. നല്ല ചൂടുണ്ട്, നല്ല മധുരം. ഐസ്ക്രീം കൊള്ളാം. നല്ല ടേസ്റ്റ് ഉണ്ട്. വേണ്ട, നമ്മൾ കഴിക്കാത്ത ഒരു ഫ്ലേവർ. പക്ഷെ പിസ്ത അല്ല, പിസ്തയുടെ ഫ്ലേവറും വേറെന്തൊരു ഫ്ലേവറാണ് തോന്നേക്കണത്. എന്തോരം പേരാണ് നോക്കി. ഈ ഒരു സംഭവം അടിപൊളിയാണ്.
ഈ ഇവിടെ പോപ്സിന്റെ ഓർഗാനിക് ടീ എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. ഓർഗാനിക് ഗ്രീൻ ടീ, ഓർത്തഡോക്സ് ബ്ലാക്ക് ടീ, ഓർഗാനിക് പൈനാപ്പിൾ സ്ക്വാഷ്, പോപ്സിന്റെ വാനില ബീൻസ്, ഓർഗാനിക് ഡ്രൈ വാനില ബീൻസ്, മുസംബി സ്ക്വാഷ്. പക്ഷെ നമ്മളെ സാധാരണ ടീ എസ്റ്റേറ്റിലൊക്കെ ഇവിടെ പോകാൻ നേരത്ത് കഴിക്കുന്നത് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാറുണ്ട്. പക്ഷെ എനിക്ക് ഇതിനത് കിട്ടാറില്ല. അതിപ്പോൾ നമ്മൾ അവിടെ കിട്ടുന്ന ഒരു ചായയുടെ ഒരു ടേസ്റ്റ് മാത്രമേ ഉള്ളൂ. ഐസ്ക്രീം വെറൈറ്റിയാണ്. ഒരു ഫ്ലേവറുള്ളൂ, വേറെ ഫ്ലേവറൊന്നുമില്ല. എല്ലാവരും കൊടുക്കുന്ന ഒരു ഫ്ലേവറാണ്. എനിക്ക് തോന്നുന്നു മറ്റേ ജ്യൂസ് ഐറ്റംസിന് ഫ്ലേവേഴ്സ് വേറെ ഉണ്ട്, പല പല ജ്യൂസ് ഐറ്റംസ് മാത്രമേ മേടിക്കുന്നുള്ളൂ. ജ്യൂസ് അതിന് മേടിച്ചവര് കണ്ടില്ല. സിറപ്പുകൾ അടിക്കുന്നുണ്ട്. പൈനാപ്പിൾ സിറപ്പ് അല്ലേ? ചെറുതേനുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് കയറി ഇറങ്ങി നടക്കുമ്പോൾ തന്നെ അത്യാവശ്യം ആൾക്കാർ ടയേർഡാവും. അങ്ങനെയാണ് ഒന്ന് കയറുമ്പോൾ. ഇതിന് നോൺ ഐസ്ക്രീം, അവർ സ്പാനിഷ് ഡിലൈറ്റ് പിസ്ത ലൈവ് ഐസ്ക്രീം. അതാണ് ക്രീമിയാണത്. അതാണ് സംഭവം. ടേസ്റ്റ് അതാണ്. ഫ്രഷ് ക്രീമാണത്. ഐസ്ക്രീം അങ്ങനെ ഉണ്ടാവും. ഒറ്റ ഫ്ലേവറുകളെന്ന് പറഞ്ഞേ. ചേട്ടാ ഈ ഐസ്ക്രീമിന്റെ ഫ്ലേവർ ഏതാണ്? പിസ്ത അല്ല, പിസ്ത മാത്രമേ ഉള്ളൂ. ഫ്രഷ് ക്രീമാണ് കൂടുതലും. അതാണ് ആ ഒരു വരുന്നത്. മക്ഡൊണാൾഡിൽ നിന്ന് കഴിച്ചത്. അത് പിന്നെ 39 രൂപ 49 രൂപ അങ്ങനെ എന്തോ. ഇല്ല, ഇത് 30 രൂപ 20 രൂപ. ടീക്ക് 20, അതിന് 30, 50 രൂപ അടിച്ചോളൂ. ടീക്ക് 20, ഐസ്ക്രീം 30. ഒരു ചേട്ടൻ മൊബൈലിൽ പറന്നു എല്ലാം പുറത്താവേ തട്ടിയതാണ്. രണ്ടും കല്ലുമ്പിലോട്ടാണ്. ആപ്പിളാണെന്നോ ഓറഞ്ച് പോലെയായി. അത്യാവശ്യം പാർക്കിംഗ് സ്പേസ് ഉണ്ട്. പക്ഷെ ഈ പാർക്കിംഗ് സ്പേസിലേക്ക് വരാനാണ് പണി. ഒറ്റ വഴിയുള്ളൂ. ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. എനിക്കൊന്നേ സൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഇത്രയും തിരക്ക്. അല്ലാത്ത ദിവസങ്ങളിൽ സുഖമായിട്ട് വന്ന് കണ്ടിറങ്ങി പോകാൻ പറ്റുമെന്നോ. ഇനി നമുക്ക് പോകേണ്ടത് നോക്കി തിരിച്ചു പോകുമ്പോൾ ഓറഞ്ച് എൻ്റെ ഒരു ഫാമുണ്ട്. ആ ഫാമിൽ കയറാം. മഞ്ഞവഴി കണ്ടത് ഓറഞ്ച് ഫാമിൽ കയറാം. എന്നിട്ട് അവിടെ നിന്ന് ഇരിക്കുമ്പോഴാണ് നമുക്ക് തിരിച്ചു നോക്കാം. ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം എന്ന ഗാർഡൻ എന്നാ വിചാരിക്കണത്. അങ്ങോട്ട് പോവാം. ഗവൺമെന്റ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം എന്ന് എഴുതിയാൽ മതി. ക്ലാസ് എടുത്തേക്കാണ്. ഒരാൾക്ക് 25 രൂപയും പിള്ളേർക്ക് 10 രൂപയും. ഇതേണ്ടായി കിടക്കണ ഓറഞ്ച് കണ്ടില്ലേ? ഓറഞ്ച് പറിക്കാൻ പാടില്ല. കൊള്ളാം. ആ അടിപൊളി. ഓറഞ്ച് മരം കണ്ട് ഒരു ഓറഞ്ച് താഴ്ത്തിറക്കുന്നു. ഇതൊക്കെ ഫോട്ടോ അല്ലേ? തേര് ഓറഞ്ചിൽ ആരണ്ടത് അണ്ണാനെ കടിച്ചോ ഓറഞ്ചാണെന്ന് തോണ്ടാ. പക്ഷെ കൊള്ളാം. ഓറഞ്ച് സൂപ്പർ.
കൊള്ളാം. ഞാൻ നിന്നപ്പോ കഴിഞ്ഞല്ലോ. ട്രീ ഹട്ട്. നമ്മൾ വന്നേക്കണതേ തൂക്കുപാലത്തിലാണ്, നെല്ലിയാമ്പതിലുള്ളത്. അത് നെല്ലിയാമ്പതിൽ നിന്ന് അവിടെ നിന്ന് നമ്മൾ അവിടുന്ന് സീതാർകുണ്ട് വ്യൂ പോയിന്റിൽ നിന്ന് ഏകദേശം ഒരു 10-25 കിലോമീറ്റർ ഉണ്ട് ഈ ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക്. അത്യാവശ്യം ചെറിയ വഴിയും കൂടിയാണ്, റിസ്ക് വഴിയാണ്, വണ്ടി ഓടിച്ചു വന്നാകാം. അത് കുത്തിനുള്ള ഇറക്കമുള്ള ഇതാണ് ഹാങ്ങിങ് ബ്രിഡ്ജ്. ഇത് കാരപ്പാറ കോളനിക്കാരുടെ തൂക്കുപാലം ഉണ്ടാ. ഒരു കോളനിയിലേക്ക് പോകാനുള്ള തൂക്കുപാലമാണത്. കാരപ്പാറ കോളനി തൂക്കുപാലം 2014 നവംബർ 30-ലാണ് ഇത് സ്ഥാപിച്ചത്. ഇതാണല്ലേ അതെ, എല്ലാ വീട്ടിലും പണിതൊക്കെ. ഒരു കാറ്റൊക്കെ ഒരു മായ്പാടണ്ടല്ലോ, നടുവിലോട്ട് വരുമ്പോഴേക്കും ചെറിയൊരു ഇത് കാണിക്കണ്ടല്ലോ. എവിടെയൊക്കെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് കുളിക്കാനായിട്ട്. അയ്യോ എന്തൊരു സൗണ്ട് ഇട്ടതേ. ഇപ്പൊ ഒന്ന് പേടിച്ചല്ല. തൂക്കുപാലം. ഇത് കാരപ്പാറ ഉണ്ട്, കാരപ്പാറ കോളഞ്ഞിനപ്പുറത്ത്. നെല്ലിയാമ്പതി എങ്ങനെയുണ്ടായിരുന്നു? ഒരു പ്രാവശ്യമൊക്കെ വന്ന് കണ്ടിരിക്കേണ്ടതുണ്ട്. ഭയങ്കര ഓട്ടമാണ്, അങ്ങാടി ഇങ്ങോട്ടൊക്കെ ഭയങ്കര ഓട്ടം, ഭയങ്കര ചെറിയ വഴികളൊക്കെ ആയതുകൊണ്ട് രക്ഷയില്ല. അത്യാവശ്യം നല്ല ഓട്ടവും. അതിന് ഒരു പ്രാവശ്യം വന്ന് കണ്ടുകൊണ്ടിരിക്കുക, തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് തിരിച്ചു പോയാലോ? വലുതായിട്ട് കാണാനൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ ട്രക്കിങ്ങിന് പോകണം, ജീപ്പിന് പോകണം. ഒരു 2000 രൂപ വരും. പക്ഷെ ഒരു 3-3.5 മണിക്കൂർ പോവും. ഒരു ദിവസം കൂടെ സ്റ്റേ ചെയ്യണമെങ്കിൽ ജീപ്പിംഗ് എടുക്കുന്നത് നല്ലതാണ്, ട്രക്കിങ് എടുക്കുന്നത്. കാണാൻ ആഗ്രഹിക്കുന്നവര് ജീപ്പ് റൈഡ് എടുക്കുന്നത് ഏറ്റവും ബെറ്റർ. അതെ അതെ, 3 ഓഫ് റോഡ് കൊണ്ടുപോകുന്ന പറഞ്ഞു ഞങ്ങളത്. അവർക്ക് അതായിരിക്കും ബെറ്റർ. ഓക്കെ, ഇപ്പൊ ഞങ്ങൾ പോത്തുണ്ടി ഡാമിലാണ്. പോത്തുണ്ടി ഡാമിലേക്കുള്ള ടിക്കറ്റ് എടുക്കണേ കാണുന്നത്. അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട്. ഞങ്ങൾ വന്ന സമയത്ത് ക്യൂ ഉണ്ടായിരുന്നില്ല അധികം. പക്ഷെ ചായ കുടിക്കാൻ വേണ്ടി കയറി. അപ്പൊ 2 ബസ് നിർത്തിയാണ് കണ്ടത്. എടുത്തിട്ട് പോവാന്ന് പറഞ്ഞാണ് ഫെമി. പക്ഷെ ഞാൻ പറഞ്ഞ ചായ കുടിച്ചിട്ട് വന്നിട്ട് എടുക്കാന്ന് പറഞ്ഞാൽ കണ്ടത്. പോത്തുണ്ടി ഡാം ഗാർഡൻ. പോത്തുണ്ടി ഡാമിലേക്കുള്ള വഴിയാണ് കാണുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇവിടെ കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. സ്കൈ സൈക്ലിങ്,
സിപ്പ് ലൈൻ, ഫ്രീ ഫോൾ, ആർച്ചറി, ജിമ്മറിങ്, റോപ്പ് കോഴ്സസ്. ഓപ്പണിംഗ് ഹവേഴ്സ് 9:30 AM to 6 മണി PM. നോക്കാം. ടിക്കറ്റിന് റേറ്റ് 20 രൂപയാണ്. 12 തൊട്ട് 60 വയസ്സ് വരെ 20 രൂപ. അതിന് താഴെയുള്ള പിള്ളേർക്ക് 10 രൂപ. ഇനി എത്ര സ്റ്റെപ്പ് ഉണ്ടാവും ഇവിടെ? ഒരു 100 സ്റ്റെപ്പ് ഉണ്ടാവും. എത്ര സ്റ്റെപ്പാണ് നോക്കി. അംബ്രല്ല അവൈലബിൾ ഫോർ റെന്റ്. അത് കൊള്ളാം. സെയിലായതുകൊണ്ട് ഇവിടെ വാടക കിട്ടും. റെന്റ് 30 രൂപ. അത് കൊള്ളാം. അത് കലക്കി. എന്റെ പൊന്നെ, ഇതങ്ങോട്ട് കയറി ചെല്ലണമല്ല. എണ്ണിക്കോ. ഇത് ഒരു വഴിയുള്ളോ? ഇതാണ് പണിയിട്ട്. ഇന്ന ഔട്ടോ ആക്കായിരുന്നു. ഒറ്റ വഴികളുണ്ട്. ഇന്ന ഔട്ടോ ഒരു വഴി കൂടി തന്നെ വരണം. അതൊരു പണിയായി പോയി. എത്ര സ്റ്റെപ്പ് ഉണ്ട് നീ? 120 സ്റ്റെപ്പേ ഈ കാണുന്നത്. ഇപ്പത്തെ വന്ന് കയറിയാണ് ഈ കാണുന്നത്. എന്റെ അമ്മോ, ഇത് കയറി കഴിഞ്ഞ് മുകളിലേക്ക് ഒന്നും മസിലൊരു പിടുത്തോണ്ട് കാണില്ല. ആണ് പോത്തുണ്ടമ്മിലെ ആൾക്കാരുടെ വ്യൂ. ഇങ്ങനെ അറ്റുന്നുണ്ട്. ഇങ്ങനെ അറ്റം വരെ നൽകാം. നല്ല കാറ്റാണ്ട. അതവിടെ രാവിലെ വന്ന് വീഡിയോ എടുത്തത് ആ ഭാഗത്തുനിന്നാണ്ട. ആ കോർണറിൽ കാണുന്ന സ്ഥലത്ത് വീഡിയോ എടുത്തത്. മലനിരകള് മാത്രം. എന്തോരം അടി വെള്ളം ഉണ്ടെന്ന് നോക്കട്ടോ. മനസ്സിലാക്കാൻ പറ്റില്ല. താഴത്തെ എഴുതിയേക്കണത് കാണാൻ പറ്റില്ല. മാഞ്ഞു പോയ എന്താ സംഭവം കാണാൻ പറ്റില്ലല്ലോ. താഴത്തെ എഴുതിയേക്കണത് ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോയാണ്. ഈ കുഞ്ഞു വീഡിയോ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം. കുറച്ച് നാൾക്ക് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇപ്പൊ ഞങ്ങളൊരു ട്രാവലിന് ഇറങ്ങിയത് തന്നെ. സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല. പോണോന്ന് ആഗ്രഹം ഉണ്ട് ഉള്ളില്, പക്ഷെ സമയം എന്തോ സെറ്റായി വരുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ ഡേ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓടിച്ചെല്ലാം തീർക്കേണ്ടി വരും. പക്ഷെ നമുക്കൊരു ദിവസം അവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ ട്രക്കിങ്ങിനൊക്കെ പോയിട്ട് അടിച്ചു പൊളിക്കാം. അത് ചിലപ്പോ ഒരു വേറെ മൂഡായിരിക്കും അല്ലേ? കാരണം ജീപ്പ് സഫാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഓഫ് റോഡേ പോകുള്ളൂ. ആ ഓഫ് റോഡ് നമ്മൾ എൻജോയ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ആയിരിക്കും ചെയ്യണത്. 3 വ്യൂ ഉണ്ട്. 3 വ്യൂ പോയിന്റ് അടുത്തേക്കാണ് അവർ കൊണ്ടുപോകുന്നത്. ആ വ്യൂ പോയിന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മണിക്കൂറും ട്രാവലിംഗ് ഉണ്ട്. അതായത് മൂന്നാമത്തെ വ്യൂ പോയിന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 3 മണിക്കൂർ എടുക്കും. അപ്പൊ നമ്മൾ 2:30 പോവുകയാണെങ്കിൽ വൈകുന്നേരം ഒരു 5:30 ആകുമ്പോഴേക്കും നമുക്ക് തിരിച്ച് കാട്ടിക്കൂടെ വരുന്നത് ആനിമൽസിനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞത്. കാട്ടുപോത്ത്, ആന, മാൻ, അപ്പം അങ്ങനെ പല പല മൃഗങ്ങളെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞത്. പക്ഷെ നമുക്കത് വണ്ടി ട്രിപ്പ് ആയതുകൊണ്ട് നമ്മളത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇനി ഒരു ദിവസം എന്തായാലും അത് പ്ലാൻ ചെയ്യും. അവിടെ എന്തായാലും ഒരു
ട്രിപ്പ് നമ്മൾ ജീപ്പ് റൈഡ് പോകും. കാരണം നമ്മൾ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു, ഇവിടെ വാഗമണിൽ ജീപ്പ് റൈഡ് പോയിട്ടുണ്ടായിരുന്നു കുറേ നാൾ മുമ്പ്. അത് അടിപൊളിയായിരുന്നു. അപ്പോൾ അതേപോലെ ഇത് നമുക്ക് അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റും. അപ്പൊ അടുത്ത വീഡിയോ വരുന്നതിന് ബൈ. ബൈ.